ഹായ് ഗൈസ്, ക്യാൻസറിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ക്യാൻസർ പാരഡൈം 2 ആണ്, അഥവാ ക്യാൻസറിന്റെ രണ്ടാമത്തെ മാതൃക. എന്നാൽ ക്യാൻസറിന്റെ രണ്ടാമത്തെ മാതൃകയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്യാൻസറിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാർസിനോജൻസ് അഥവാ എന്തൊക്കെയാണ് ക്യാൻസറിന്റെ കാരണങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ക്യാൻസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഗ്രോസ്. ക്യാൻസർ അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഓർഗൻസിനും അതിൻ്റെതായ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗനിസമായിട്ട് നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്നാൽ ക്യാൻസറിനെ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഏത് അവയവത്തെയാണോ ബാധിച്ചിരിക്കുന്നത് ആ അവയവം അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുകയും മറ്റവയവങ്ങൾക്ക് അതൊരു ശല്യമാവുകയും മറ്റവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും അത് ബാധിക്കും. അതുപോലെ തന്നെ ആ ക്യാൻസർ ബാധിച്ച ഭാഗത്ത് നമുക്ക് വളരെയധികം പെയിൻഫുള്ളുമായിരിക്കും. ഇതാണ് ക്യാൻസറിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അനിയന്ത്രിതമായി വളരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്മോർട്ടൽ. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ ഫയൽസിന്റെ എത്ര വേണമെങ്കിലും കോപ്പികൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. നമുക്ക് n നമ്പർ ഓഫ് കോപ്പീസ് എടുക്കാം. ക്യാൻസർ സെൽസിന്റെ കാര്യവും ഇത് തന്നെയാണ്. അതായത് ക്യാൻസർ സെൽസ് അൺലിമിറ്റഡ് ആയിട്ട് അതിന്റെ കോപ്പീസിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് ഇമ്മോർട്ടൽ ആണ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്യാൻസർ മൂവ്സ്. അപ്പം ക്യാൻസർ മൂവ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് ഒരു സ്ഥലത്തുള്ള ക്യാൻസർ ഇങ്ങനെ മാനുവലായിട്ട് മൂവ് ചെയ്യുകയല്ല. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ലങ്സ് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ഈ ലങ്സ് ക്യാൻസർ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് ശേഷമോ ഈ ക്യാൻസർ മറ്റൊരു അവയവത്തിലേക്ക് മാറാനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു അവയവത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ ശാസ്ത്രലോകം ക്യാൻസറിന്റെ മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെറ്റാസ്റ്റാസിസിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ, അതൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. എങ്കിലും ക്യാൻസറിന്റെ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അവയവത്തിനെ ബാധിച്ച ക്യാൻസർ മറ്റൊരു അവയവത്തിലേക്കും മറ്റവയവങ്ങളിലേക്കും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഈ ക്യാൻസറിന്റെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വാർബർഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വാർബർഗ് എഫക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേനും വലിയ ടേമാണ്, പക്ഷെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഹൈസ്കൂളുകളിലൊക്കെ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള റെസ്പിറേഷനാണ് നമുക്ക് സെൽസിൽ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, അതായത് നമുക്ക് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്വസന റെസ്പിറേഷൻ ആണ് നമുക്ക് മെയിൻലി നമ്മുടെ ഹ്യൂമൻ സെൽസിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സെൽസിലെ മൈറ്റോകോൺട്രിയ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഓക്സിജന്റെ സഹായത്താൽ എ ടി പി ആണ് നമ്മളുടെ എനർജി കറൻസി എന്ന് പറയുന്നത്, ATP ആക്കി മാറ്റുന്ന പ്രവർത്തനത്തെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ അല്ലെങ്കിൽ ഓക്സ്ഫോസ് എന്നാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ റെസ്പിറേഷൻ മെത്തേഡാണ് ഗ്ലൈക്കോലൈസിസ്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് അനുസരിച്ചിട്ട് ഇവിടെ ഓക്സിജന്റെ ആവശ്യമില്ല. സെൽസ് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയെ എടുത്ത് 2 ATP യും 2 ലാക്റ്റിക് ആസിഡുമാക്കി മാറ്റും. അപ്പോൾ ക്യാൻസർ സെൽസിൽ നടക്കുന്നത് ഈ ഓക്സ്ഫോസ് അല്ല, ക്യാൻസർ സെൽസിൽ നടക്കുന്നത് ഗ്ലൈക്കോലൈസിസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ സെൽസിന് വളരാൻ വേണ്ടിയിട്ട് ഓക്സിജന്റെ ആവശ്യമില്ല. ഇത് ക്യാൻസർ സെൽസ് ഓക്സിജൻ ഇല്ലാതെ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഇതങ്ങ് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ എടുത്തിട്ട് 2 ATPസും 2 ലാക്റ്റിക് ആസിഡ് തന്മാത്രകളുമാണ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാക്റ്റിക് ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ ബാധിച്ച ഭാഗത്ത് ഭയങ്കര പെയിനും അതുപോലെ തന്നെ ഭയങ്കര ഇൻഫ്ലമേഷനും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാർസിനോജൻസ് എന്തൊക്കെയാണ് ക്യാൻസറിന് കാരണമാകുന്ന കാര്യങ്ങൾ.
അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെ ടുബോക്കോ യൂസ്. നമുക്ക് പുകവലി ശീലമുള്ളവർ അല്ലെങ്കിൽ പുകയില മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇത് ക്യാൻസറിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് പുകയില ഏതെങ്കിലും, ഈ വീഡിയോ കാണുന്നവർ പുകയില ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നം താഴെ ഇടുക, വീണ്ടും വാങ്ങിക്കാതിരിക്കുക. ആ ഒരു പ്രവർത്തനം ഉടനടി തന്നെ നിർത്തുക. അതാണ് ക്യാൻസറിനെ തടയാനായിട്ടുള്ള ഒരു വലിയൊരു ഉപദേശം എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത് ആസ്ബെസ്റ്റോസ്. അപ്പോൾ നമ്മളുടെ ആസ്ബെസ്റ്റോസിന്റെ ഒക്കെ ഉപയോഗം ഇന്ന് നമുക്ക് കുറവാണ്. അപ്പൊ ഇതും ഒരു കാർസിനോജൻ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എച്ച് പൈലൂറി, അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്നിങ്ങനെയൊക്കെയുള്ള വൈറസുകൾ നമ്മളെ എന്നിങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്തത് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാർസിനോജൻസ് ആണ്. ഉദാഹരണത്തിന് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കുക, ഒബീസ് ആയിട്ടുള്ളവർക്കൊക്കെ ക്യാൻസർ പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പാൻക്രിയാസ് ക്യാൻസർ പോലുള്ള ക്യാൻസേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ദയവായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ അമിതവണ്ണം ഒബീസ് ആയിട്ടുള്ളവർ കഴിവതും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക. ടൈപ്പ് 2 ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്യാൻസറിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പൊ ക്യാൻസറിനെ ചെറുക്കാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷണറി എടുക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത് ഞാനൊന്ന് പ്രൈമറി ആയിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴും നമുക്ക് ഒരു സംശയമുണ്ട്. അതായത് നമ്മളിപ്പോൾ പുകവലിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബാധിച്ചവർക്കോ അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്കോ ഇവർക്ക് എല്ലാവർക്കും ഒന്നും ക്യാൻസർ വരുന്നില്ല. ഇതിലെല്ലാം ഒരു ക്യാൻസറിന്റെ പോസിബിലിറ്റീസ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങള് പുകവലിക്കുന്ന ഒരാളെ നിങ്ങൾ ഉപദേശിക്കുകയാണ്, നിങ്ങൾ പുകവലിക്കരുത് ക്യാൻസർ വരുമെന്ന് നിങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ പുകവലിക്കുന്ന ആൾ എന്താണ് പറയുന്നത്? അയാൾ ചില ഉദാഹരണങ്ങൾ പറയും. അല്ലെങ്കിൽ എന്റെ അമ്മാവൻ പുകവലിക്കുമായിരുന്നു, പുള്ളിക്ക് ക്യാൻസർ വന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവർ ഉദാഹരിക്കും. അപ്പോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ ആവും. പുകവലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നില്ല, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച എല്ലാവർക്കും ലിവർ ക്യാൻസർ വരുന്നില്ല. എന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോഴാണ് ക്യാൻസർ എന്ന് പറയുന്ന സംഭവത്തെ ഇപ്പോൾ ഗവേഷകർ ഒരിക്കലും വെറുതെ ഇരുന്നില്ല. അവർ വീണ്ടും റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ ക്യാൻസർ പാരഡൈം 2 ഡിഫൈൻ ചെയ്തു, അഥവാ ക്യാൻസറിന്റെ രണ്ടാമത്തെ മാതൃക. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ക്യാൻസർ പാരഡൈം 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു തുടർന്നുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.